ഡൽഹിയിൽ നിന്ന് ശരത് ലാലുണ്ട് വിശദാംശങ്ങളുമായി. ശരത് ലാൽ, രാജ്യം ഉറ്റുനോക്കുന്ന ബജറ്റ് പ്രഖ്യാപനത്തിന് അല്പസമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി പറഞ്ഞത് ഇടത്തരക്കാരെയും പാവപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്ന, അവർക്ക് പ്രതീക്ഷ നൽകുന്ന ബജറ്റാണ് എന്നുള്ളതാണ്, അവർക്ക് ഗുണകരമാകുന്ന ബജറ്റ് എന്നുള്ളതാണ്. എത്തരത്തിലാണ് ബജറ്റ് പ്രതീക്ഷകൾ? എന്തൊക്കെയാവും പ്രഖ്യാപനങ്ങൾ? വളരെ ഇടത്തരക്കാരെ ഉന്നം വെച്ചുള്ള ഒരു ബജറ്റ് ആയിരിക്കുമെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കാരണം ഡൽഹി തെരഞ്ഞെടുപ്പുണ്ട്, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ തന്നെ 8 തവണ ഇടത്തരക്കാരെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസിനെ പരാമർശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ഇത് തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഏതായാലും ഈ വരുന്ന ബജറ്റിൽ ഇടത്തരക്കാർക്ക്, അതായത് ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഇടത്തരക്കാർക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യം ടാക്സ്, അതായത് ഇന്ത്യൻ ടാക്സിലെ ഇളവാണ്. ഇന്ത്യൻ ടാക്സിൽ ഉള്ള ഒരു 10 ലക്ഷം വരെ നികുതി ഇളവ് ലഭിക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും ഇടത്തരക്കാർക്ക് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭവന സ്കീമുകൾ, ഭവന വായ്പയുടെ പലിശ കുറയ്ക്കുക, അതേപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട തൊഴിൽ സംവരണങ്ങളിൽ ക്രിമി ലെയർ നടപ്പിലാക്കുക തുടങ്ങിയ ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഇടത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ബജറ്റിനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ തൊഴിൽ മേഖലയിൽ, അതേപോലെ ഗ്രാമീണ മേഖലയിൽ, ആരോഗ്യത്തിലും അതേപോലെ കുടിവെള്ള പദ്ധതിയിലും ഗ്രാമീണ മേഖലകൾക്ക് കൂടുതൽ തുക അനുവദിക്കുമെന്ന ഒരു സൂചന രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതേപോലെ തൊഴിൽ, ഗ്രാമീണ മേഖലയിലെ തൊഴിൽ, പാവപ്പെട്ടവർക്കുള്ള വീട് നിർമ്മാണം, എല്ലാവർക്കും വീട് എന്ന 2027 എല്ലാവർക്കും വീട് എന്ന് നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതി 2,38,00,000 പേർ 2 വർഷം കൊണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് രാഷ്ട്രപതി കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടത്തരക്കാരെയും അതേപോലെ തന്നെ ഗ്രാമീണർ, യുവാക്കൾ, അതേപോലെ ഡിജിറ്റൽ ഇന്ത്യ, ചെറുകിട കച്ചവടക്കാർ എന്നിവരെ ലക്ഷ്യം വെച്ചുള്ള ഒരു ബജറ്റ് തന്നെയായിരിക്കും നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കേരളത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ചോളം കേരളത്തിന്റെ വിഹിതം കൂടുമോ? കേരളത്തിൽ കടമെടുക്കാനുള്ള വിഹിതം സുപ്രീം കോടതി ഇടപെട്ടിനെ തുടർന്ന് പരിഗണനയിലാണ് ധനകാര്യ മന്ത്രത്തിൽ. ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുമോ? സംസ്ഥാനത്തിലുള്ള വിഹിതം വർദ്ധിക്കുമോ എന്ന കാര്യങ്ങളിലും ഒരു വ്യക്തത നമുക്ക് ബജറ്റിന്റെ 2ാം പാദത്തിൽ മനസ്സിലാവും. 11 മണിയോടുകൂടി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളം കാതോർക്കുകയാണ്. കാരണം വയനാട്ടിൽ പ്രത്യേക പാക്കേജ് അല്ലെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടും അതിന് എന്തെങ്കിലും പ്രത്യേകമായൊരു പാക്കേജ് നിർമ്മല സീതാരാമന്റെ ഭാഗത്തുനിന്ന് ഈ ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നാണ് കേരളം കാത്തിരിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ച, അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിൽ പ്രഖ്യാപിച്ച എയിംസ് കേരളത്തിലെത്തുമോ എന്നതും കൂടി കേരളം കാത്തിരിക്കുന്നു. നിരവധി റെയിൽവേ വികസന പദ്ധതികൾ കേരളത്തിൽ ഇപ്പോൾ തന്നെ പെൻഡിങ്ങിലാണ്. ഇതു സംബന്ധിച്ച ഒരു വിശദീകരണം അല്ലെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ബജറ്റും അവതരിപ്പിക്കപ്പെടുന്നത് പൊതു ബജറ്റിൻ്റെ ഭാഗമായാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രതീക്ഷയാണ് കേരളം വെച്ചു പുലർത്തുന്നത്. രാഷ്ട്രപതി ഭവനിലെത്തിയ നിർമ്മല സീതാരാമൻ രാഷ്ട്രപതിക്ക് ബജറ്റിൻ്റെ കോപ്പി സമ്മാനിച്ചു കഴിഞ്ഞു. രാഷ്ട്രപതിക്ക് നൽകി കഴിഞ്ഞു. അതിനുശേഷം പാർലമെൻറ്റിലെത്തുകയും പാർലമെൻറ്റിൽ 11 മണിയോടുകൂടി പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യും. ആതിര, അതിനാണ് ശരത്ത്, ഈ സാധാരണക്കാരെ, ഇടത്തരക്കാരെ കൂടെ നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം, അതായത് സാധാരണക്കാർക്ക് അവരുടെ കയ്യിൽ പണം എത്തുമോ, അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ളതാണ് വലിയ ആധികാരികമായി ഇതിനെ സമീപിക്കാതെ അവർ നോക്കുമ്പോൾ ഉണ്ടാവുക. ഈ പറയുന്നത് പോലെ കർഷകരെ കൂടെ നിർത്താൻ അത്തരത്തിൽ കർഷകർക്ക് ഗുണകരമാകുന്ന എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണയും അത്തരത്തിൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമ്പൂർണ്ണ ബജറ്റ് വരുമ്പോൾ കർഷകർക്ക് ഇത് എത്തരത്തിലാണ് ഗുണകരമാകുക? അത്തരത്തിൽ അടിസ്ഥാന വർഗത്തെ കൂടെ നിർത്താനുള്ളൊരു ശ്രമം അത് ഈ ബജറ്റിൽ ഉണ്ടാകുമോ? അതിന് സ്വാഭാവികമായിട്ടും ഇത്തരമൊരു സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇപ്പോൾ കർഷകർക്ക് നേരിട്ട് 6,000 രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഇത് 8,000 രൂപയായി ഉയർത്തപ്പെടും എന്നൊരു വാർത്തയുണ്ട്. ചില വാർത്താ ഏജൻസികൾ ഇത് സംബന്ധിച്ച സൂചനകൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. 8,000 രൂപ 6,000 രൂപയായി 8,000 രൂപയായി ഉയർത്തും എന്ന ഒരു സൂചനകളാണ് വാർത്താ ഏജൻസികൾ നൽകുന്നത്. ഇത് വരികയാണെങ്കിൽ കർഷകരെ സംബന്ധിച്ചോളം നേരിട്ട് തന്നെയുള്ള ഒരു ധനസഹായമായി
വേണം ഇതിനെ കരുതാൻ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാർഷിക വിളകൾക്കുള്ള ഇൻഷുറൻസിൻ്റെ പരിധിയും അതേപോലെ കൂടുതൽ വിളകൾക്ക് പെരിനിയൽ കോർപ്പ് ഇപ്പോൾ തെങ്ങ് നാളികേരം പോലുള്ള ദീർഘദൂര വിളകൾക്ക് കാർഷിക ഇൻഷുറൻസ് ഇല്ല. അതുകൂടി കാർഷിക ഇൻഷുറൻസ് ഉൾപ്പെടുത്തുമെന്ന ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താങ്ങുവില നിയമവിധേയമാക്കുക, കാർഷിക വിളകൾക്കുള്ള താങ്ങുവില നിയമവിധേയമാക്കുക എന്നതാണ് സമരം ചെയ്യുന്ന കർഷകർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അത് ഈ പ്രാവശ്യം പരിഗണിക്കപ്പെടുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. താങ്ങുവില സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ താങ്ങുവില പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ താങ്ങുവില പ്രഖ്യാപിക്കുന്നത് നിയമവിധം പാർലമെൻറ്റിൻ്റെ നിയമമാക്കണം എന്നൊരാവശ്യമാണ് സമരം ചെയ്യുന്ന കർഷകർ എക്കാലം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഒരു തീരുമാനം ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് സമരം ചെയ്യുന്ന കർഷക സംഘടനകൾ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 14 കർഷക സംഘടനകൾ യോഗവും വിളിച്ചിട്ടുണ്ട്. ഈ ബജറ്റിൽ ഇത്തരം നിർദ്ദേശമേഖലയിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന സമരം പുനരാരംഭിക്കപ്പെടും. ഏതായാലും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരും പാർലമെൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിൽ 10:45 തന്നെ പ്രധാനമന്ത്രി എത്തുമെന്ന് നിർമ്മല സീതാരാമൻ എത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും രാഷ്ട്രപതി ഭവനിൽ നിന്ന് മധുരം നൽകിയാണ് രാഷ്ട്രപതി നിർമ്മല സീതാരാമനെ മധുരം നൽകി സ്വീകരിക്കുന്ന വിഷ്വലും കാഴ്ചകളും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഏതായാലും കേരളത്തെ സംബന്ധിച്ചോളം വളരെ നിർണായകമായ ബജറ്റാണ് ഇതെന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിൻ്റെ പ്രത്യേക പാക്കേജ് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയനാടിന് വേണ്ടി ധനസഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ എയിംസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റബ്ബർ അടക്കമുള്ള കാർഷിക വിളകളിൽ ധനസഹായം അതേപോലെ സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ആതിര. ശരത്ലാൽ, അതുപോലെ തന്നെ 2047 വികസനമാണ്, വികസന ഇന്ത്യയാണ് ഫോക്കസ് എന്നുള്ളത് ഇന്നലെ ഇപ്പോൾ ഊന്നി പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പറയുകയുണ്ടായി. അതായത് വികസിത ഇന്ത്യ എന്ന് പറയുമ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടി വരും, യുവാക്കളെ കൂടുതലായി പരിഗണിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ വേണ്ടിവരും. അത്തരത്തിൽ തന്നെ ആയിരിക്കില്ലേ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക? ആതിര, ആ രീതിയിൽ തന്നെയാണ്, ആതിര പറഞ്ഞ പോലെ തന്നെയാണ് ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം തൊഴിലവസരം സൃഷ്ടിക്കുക എന്നത് ഏതൊരു വികസിത അല്ലെങ്കിൽ വികസിത രാജ്യമാവുന്നതിൻ്റെ പ്രധാന ഘടകമാണ്. ആളോഹരി വരുമാനം ഉയർത്തണം, ആളോഹരി ഉപയോഗ സൂചിക വളർത്തണം. അതൊക്കെ കരുതുമ്പോൾ 100ാം വാർഷികം സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷിക്കുമ്പോൾ വികസിത രാജ്യമാവണമെങ്കിൽ പ്രധാനമായി വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളോടൊപ്പം തന്നെ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടലാണ്. അതുതന്നെയാണ് എന്തായാലും രാജ്യം ഒന്നാകെ കാത്തിരിക്കുന്ന, ഉറ്റുനോക്കുന്ന മോദി സർക്കാരിന്റെ 3ാം മോദി സർക്കാരിന്റെ 2ാമത് സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉടൻ അവതരിപ്പിക്കും എന്നുള്ളതാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, ഒപ്പം ആദായ നികുതിയിൽ അടക്കം മാറ്റം വരുത്തുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ, പ്രതീക്ഷകൾ ആണ് ബജറ്റ് പ്രഖ്യാപനവുമായി ഏവരും കാത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ.